എന്താ? എന്തു വേണം? പത്രത്തിൽ പരസ്യം കണ്ടു, കാർ ഫോർ സെയിൽ. ഞാൻ മമ്മിയെ വിളിക്കാം. ആരാ? ഹലോ, ഫ്രെഡി നിക്കോളാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാർ ബ്രോക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്. ഓഹോ, ഇത് വളരെ പഴയ കാറാണല്ലോ. വേറെ പാച്ച് വർക്ക് ഉണ്ടല്ലേ പാപ്പ? പിന്നെ ഗിയർ ബോക്സ് ആക്സിലേറ്റർ വീക്കാ, മാറ്റേണ്ടി വരും. പിന്നെ പോയി ടയറൊക്കെ പോയി കിടക്ക, മാർക്കറ്റ് കിട്ടില്ല. ഇയറിങ്ങിന് നല്ല പ്ലേ ഉണ്ട്. പ്ലേ വേണം, പ്ലേ വേണം. സെൽഫ് എടുക്കോ? അറിയില്ല, കുറെ നാളെ യൂസ് ചെയ്യാറില്ല. പേരെന്താ? ഫോർഡ്. ഐ മീൻ യുവർ നെയിം? ഷെറിൻ. കാറിന്റെ മാർക്കറ്റൊക്കെ ഇപ്പൊ പൊതുവേ ഡള്ള. ഇതിപ്പോ ആരുടെയെങ്കിലും പള്ളിക്ക് കെട്ടിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങൾ ഈ ബിസിനസ്സുകാരാകുമ്പോ ഒരു ഡീസൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അതെ, പിന്നെ ഈ ഇത്തരം കാറുകള് ആരും റെഗുലർ യൂസിന് വാങ്ങാറില്ല. പിന്നെ ഒരു ഫാൻസി ഐറ്റം ആയിട്ടൊക്കെ അങ്ങനെ ഒരു കക്ഷിയുണ്ട്, കാണിച്ചു നോക്കാം. പിന്നെ മിസ്സിസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ അയ്യോ, വിലയൊന്നും അറിയില്ല. അതെന്താന്ന് വെച്ചാ ന്യായമായിട്ട് ചെയ്യാം. ന്യായമായിട്ട് ചെയ്യാം. പക്ഷേ സാധനം ഇതായതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മോർ. മതിയോ? മുറുക്കിയോ? ഇത്രേ മുറിവെന്നുള്ളൂ. അതിന്റെ അപ്പുറത്ത് മുറുക്കിയോ? അത് അതിന്റെ ഒന്നും അല്ല. സ്റ്റാർട്ടാക്കി നോക്കാം. നീ കയറിയിരുന്നോ? പപ്പ ഇരുന്നോ? അറിയിരിക്കെ, ഞാൻ കറക്കാം. യെസ്, റെഡിയാ? ഓക്കെ, റെഡി. എന്ത് പറ്റി? ഇത് പറ്റിയല്ല, തള്ളണം. എന്നാ തള്ളാം. ഞാൻ ഒറ്റയ്ക്ക് തള്ളാണ്. അതെ അങ്കിള്. ഇത് ആര്? ഒരു കൈ പിടിച്ചാട്ടെ. എനിക്ക് പ്രഷറാ, ശരീരം അനങ്ങരുതെന്നാ ഡോക്ടർമാര് പറഞ്ഞേക്കണത്. അനങ്ങണ്ട, വെറുതെ ഒന്ന് തള്ളി തന്നാ പോരെ. ഒരു സ്പോർട്ട് സ്പിരിറ്റ് ഒക്കെ വേണ്ടേ? എന്താങ്കിലേ? പിടിച്ചോ. വന്നേ അങ്കിളെ. ഇങ്ങോട്ട് വാ അങ്കിളെ, ചുമ്മാ പിടിച്ചോ. ഗുഡ് മോർണിംഗ് സർ. ഇതാ ഞാൻ പറഞ്ഞ കാറ്. ഇതാണോ? കാണാൻ സ്റ്റൈലായിട്ടുണ്ട്. എത്ര വർഷത്തെ പഴക്കമുണ്ട്? പഴക്കോ? എന്താ സാർ ഈ ചോദിക്കുന്നത്? പഴക്കമില്ലാത്തൊരു സാധനം ഞാൻ സാറിന് കൊണ്ട് തരുമോ? ഇത് സെഞ്ചുറി പാർട്ടിയാ, 100 വയസ്സ്. പലരും കണ്ണു വെച്ച സാധനം ഇത്. പക്ഷെ സാർ ഈ സിറ്റി ജീവിച്ചിരിക്കുമ്പോ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കില്ല. സാക്ഷാൽ കൊച്ചി മഹാരാജാവ് ക്ഷേത്ര ദർശനത്തിന് യൂസ് ചെയ്ത വണ്ടിയാണിത്. കൊച്ചി മഹാരാജാവോ? യെസ് സാർ, ഇവൻ റോയലാണ്, രാജവംശം. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഇതിന്റെ ബുക്കും പേപ്പറും ഒക്കെ എവിടെ? അതൊക്കെയുണ്ട്. ഹലോ, കൊച്ചി മഹാരാജാവിന്റെ പേര് വില്യംസ് എന്നായിരുന്നോ? അയ്യോ, ഇത് ലോർഡ് വില്യംസ് മഹാരാജാവ്. ലോർഡ് വില്യംസ് കേട്ടിട്ടില്ലേ? ഇല്ല സാറേ, ഇതായത് രാജ്യം മഹാരാജാവിന്റേതാണെങ്കിലും ഭരിച്ചിരുന്നത് വൈസ്രോയ് ആണല്ലോ. ഇത് ലോർഡ് വില്യംസ് വൈസ്രോയ്. സാറ് കേട്ടിട്ടില്ലേ? സാർ ചരിത്രം പഠിച്ചിട്ടില്ലേ? ചരിത്രം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടായിരിക്കും. അതായിരിക്കും. അല്ല, അവനെ എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. എന്താ ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. അഡ്വാൻസ് മേടിച്ച് പോകലിട്ടേ കാറോടെ കൊണ്ടൊന്ന് മറിച്ചു വെക്കാൻ പോവാം. പതുക്കെ സംസാരിച്ചാൽ. അഡ്വാൻസ് വാങ്ങിച്ചു എന്നുള്ളത് ശരിയാ, അതങ്ങ് തിരിച്ചു തന്നാ പോരെ. അല്ല, നിങ്ങൾ എന്തിനാ കയറി ചൂടാവുന്നത്? സാറ് ഞാൻ അർഹതയുള്ള ആൾക്കേ കൊടുക്കൂ. ഞാൻ മേനോ സാറുമായി കച്ചവടം ഉറപ്പിച്ചിരിക്കാം, അല്ലേ സാറേ? എന്താ പ്രശ്നം? സാറേ, സാറ് തന്നെ പറ. കാര്യം എന്താ? സാറേ,
ഈ കാറിന് എന്റെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചതാ. വാങ്ങിച്ചത് ശരിയാ, സമ്മതിച്ചു. സാറ് 4 കാശ് കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞ് ഈ കാർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തല്ലേ സാറേ? തന്തയ്ക്ക് പറഞ്ഞാലേ സാറേ, സാറ് തന്നെ പറ. ഞാൻ ആ പാർട്ടിയുടെ മുഖത്തൊക്കെ നോക്കും. വാക്കിന്റെ കാര്യത്തിൽ ബഹു അനുസക്കാരാ, വലിയ തറവാട്ടുകാരാ. നിർത്തത്ത് തറവാട്ടുകാരോ? ഏത് തറവാട്ടുകാര്? മുണ്ടയ്ക്കൽ തറവാട്ടുകാര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ വേറെ തറവാട്ടുകാര്. അറിയോ? അറിയോ? നിങ്ങൾക്ക് അറിയോ? താൻ പറയണ്ട, താൻ ഹലോ, മുണ്ടയ്ക്കൽ ശിവരാമമേനോനെ പറ്റി കേട്ടിട്ടുണ്ടോ? പുരാവസ്തു വിദ്വാൻ ശിവരാമമേനോൻ. വേണ്ട വേണ്ട വേണ്ട. എവിടെ ഒരു പുരാവസ്തു ഉണ്ടെങ്കിലും ഈ മേനോൻ അത് വാങ്ങിച്ചിരിക്കും. എനിക്ക് കാണണോ? വാ. ആ, എന്താ തന്റെ പേര്? നിക്കോളാസ്. തന്റെ അല്ല, ഫ്രെഡി. എടോ ഫ്രെഡി, ഓ. ഈ കാർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. വില എനിക്കൊരു പ്രശ്നമല്ല. തറവാട്ടുകാരന്റെ ഗുണം കാണിക്കും. അല്ല സാർ, എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, വേണ്ട. കണ്ടോ, ഇതെല്ലാം പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുരാവസ്തുക്കളാ. 1000 വർഷം പഴക്കമുള്ള ഒരു തിമംഗലത്തിന്റെ വാരിയല്ലേ, ഗോവയിലെ ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. എന്താ വില? വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ജാപ്പനീസ് പഗോഡ. 800 വർഷമാ പഴക്കം. സാറ് എങ്ങനെ ഇതിന്റെ വില നിശ്ചയിക്കുന്നത്? അത് ഇതിന്റെ പഴക്കമനുസരിച്ച്. താനെല്ലാം ശരിക്കൊന്ന് കാണും. എന്റെ തറവാട്ട് മഹിമ എന്താണെന്ന് അപ്പൊ മനസ്സിലാവും. റെഡി, വാ, കാറിനാരും സംസാരിക്കും. വല്ല കൂടോത്രോ മറ്റോ ആണ്. ഇതിലാരെങ്കിലും തൊട്ടാലോ? ഇതിലാരെങ്കിലും തൊട്ടാൽ Get me one more peck. Annie. മതി. So, let us celebrate this day. ഓക്കെ. Hey, Pradeep, let's go for a punch up. ഇന്ന് പഞ്ചപെടുത്തമില്ല. Today is holiday. See. Annie, put the music. He's a nice guy, huh? He's very good. He's very nice, fantastic. Come on. Hey, Joe. Come on, Joe. Come on. Yes, come on. Hey, bag. Up. Pop up. Pop up. ആഹാ, അപ്പനും മോനും വന്നല്ലോ. ഇനി ചടങ്ങ് തുടങ്ങിക്കോ. ദാ കമത്തെ, ബ്ലേഡേ, ഞങ്ങള് നല്ല നില കഴിഞ്ഞിരുന്ന ആളുകളാ. ഇപ്പൊ കുറച്ച് ചീത്തക്കാലമാണെന്നേ ഉള്ളൂ. എന്റെ മാർത്ത സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോ നീ പൈസ തന്ന് സഹായിച്ചു. അത് ദാനമൊന്നുമല്ലല്ലോ, കൊള്ളപ്പലിശക്കല്ലേ. ബാങ്കിൽ ബോട്ടിന്റെ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നപ്പോ നീ പൈസ തന്ന് സഹായിച്ചു. അതും ദാനമൊന്നും അല്ലല്ലോ. മതി പാപ്പ, മതി 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 മതി. മതിയെങ്കിൽ മതി. ഞാൻ മാർത്തെ കണ്ടേച്ചു വരാം. മോനെ ഫ്രെഡി, നിനക്ക് ഈ തന്തപ്പിടിനെ ഒന്ന് നന്നാക്കാൻ നോക്കിക്കൂടെ? ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പന്നേ? കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ കുഴപ്പന്നേ? കുഴപ്പമൊന്നുമില്ലടോ. കുഴപ്പമൊന്നുമില്ലേ? പിന്നെ എനിക്ക് ഇപ്പൊ കുഴപ്പം?
ഇതിനെന്ത് പഴക്കം കാണും? സാർ ഇത് വേണാട് ഭരിച്ചിരുന്ന വീരശൂര പരാക്രമിയും മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന സാറേ ഈ എട്ടുവിട്ടി പിള്ളമല്ല. അതെ, അതില് ഒരു പിള്ളയുടെ ഉടവാളാണ്. ഒരു 500 years കാണൂലേ? അട്ടെ, ഞാൻ ഇതിനെന്ത് വില തരണം? അയ്യോ, ഇതിന് വിലയൊന്നും തരണ്ട. ഇത് ഞങ്ങളുടെ സാറിനുള്ള ഒരു ഒരു ഇതായിട്ട് പ്രസന്റ് ആയിട്ട്. ഈ മേനോൻ അവതാരം ചെയ്യാറേ ഉള്ളൂ, തീയടിക്കാറില്ല. അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിൽക്ക്, ഞാൻ വരും. അതെ, പ്രസാദിച്ച ലക്ഷണമുണ്ട്. കാശ് വല്ലതും തരാനാണോ നിൽക്കാൻ പറഞ്ഞത്? കാശല്ല പ്രശ്നം. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ വല്ല പഴയ സാധനവും കിട്ടിയാൽ വിൽക്കാൻ വേറെ ആളെ അന്വേഷിക്കണ്ടല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ, സർക്കിളാണോ? മേനോനാ? അന്ന് കട പോയ ആ വാളില്ലേ, അത് തിരിച്ചു കിട്ടി. അതെ. നൈസ് പ്ലേസ് എന്തിനാ? ഫോർ ദാറ്റ് തിങ്. യു മീൻ? ഐ മീൻ ദിസ് വീട് വരെ പിടിച്ചിരിക്കാനുള്ള ഓ. ശക്തിയില്ല, അതുകൊണ്ടാ. മൈ സൺ, യെസ്. come on, give me a company. ഏയ്, എന്റെ കുപ്പി. കുപ്പി എന്റെ വണ്ടി പോയി നോക്ക്. എപ്പടി പിടിച്ചോ? कौन है? ഏയ്, ഗേറ്റ് തുറക്കാൻ. क्या बात है? ഗേറ്റ് തുറക്കണം. अरे क्या बात है? തുറക്കണം. किसको मिलना है? बैठारो। मारो। क्या बात है? क्या बात है? अरे ये लो, आवड़. ये क्या पागल है क्या? ആരുമില്ല ഇവിടെ. ഏയ്, ആരുമില്ല ഇവിടെ. എന്താ കാര്യം? എന്താ കാര്യമെന്നോ? മര്യാദയ്ക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ കാർ കൊണ്ട് ഇടിച്ചിട്ട് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞങ്ങളൊന്ന് പോകുന്നുള്ളൂ. സാമ്പത്തികമായി സമൂഹത്തിന്റെ മധ്യവർത്തി മണ്ഡലത്തിൽ കഴിയുന്ന സാധാരണക്കാരനായ 2 വീലേഴ്സ് ഓണേഴ്സിന് ഈ നഗരത്തിലൂടെ മോട്ടോർ സൈക്കിൾ മരണഭീതി ഇല്ലാതെ ഓടിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയണം. ഈ നാട്ടിലെ റോഡുകൾ ഇവിടുത്തെ കാർ ഓണേഴ്സിന് തീരെഴുതി കൊടുത്തത് എന്ന് പോലെയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയാം. ആരാണ് തീരെ എഴുതി കൊടുത്തതെന്ന് എനിക്കറിയണം. ഇപ്പൊ അറിയാം. എന്താ, അറിയാതെ പോവില്ലേ? പോകും, പക്ഷെ നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ പോവില്ല. എന്ത് നഷ്ടമാ വന്നത്? ഒരു ഫുൾ ബോട്ടിൽ റം, 9 കോഴിമുട്ട, പിന്നെ കുറെ വെജിറ്റബിൾസ്, പിന്നെ വണ്ടിയുടെ കാര്യം? നീ പറ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി, ആക്സിലേറ്റർ കവർ പോയി, ക്രാഷ് ഗാർഡ് പോയി, മഡ് ഗാർഡ് പോയി, പോയി. മഡ് ഗാർഡ്, Complete. വണ്ടി കംപ്ലീറ്റ് പോയി. ഇപ്പൊ എന്തോ വേണം? ഇപ്പഴാ പറയാം. വണ്ടിയുടെ ഞങ്ങൾക്കാകെ വേണ്ടത്, ഒട്ടും കൂട്ടി പറയുന്നില്ല, 349 രൂപ 95 പൈസ. അത് ശരി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോ. പണം ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കാം. വീട്ടിലേക്ക് കൊടുത്തേക്കാം. വിജയ്, ഗുഡ് മോർണിംഗ് സാർ. സാർ ഇവര് ഞങ്ങളുടെ വണ്ടി അവർക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തുവിടെ. കണ്ടോ, സാറാള് മാന്യനാ. നിങ്ങളെ പോലൊന്നുമല്ല. എത്രന്നാ പറഞ്ഞേ? 349 രൂപ 95 പൈസ അല്ലേ? 95 പൈസ. അപ്പൊ 5 പൈസ അങ്ങോട്ട് കൊടുക്കണം. ബാക്കി 5 പൈസ വീട്ടിൽ കൊടുത്തയക്കാം. കൊടുത്തേക്കാം. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സാർ.